പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 33 വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമക്കളെ, ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏതു നേരത്തും കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നേരിടുമ്പോഴും കർത്താവ് നമ്മളെ കരം പിടിച്ച് നയിക്കും. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം നോക്കുമ്പോൾ 16 അധ്യായത്തിൽ ഹല്ലേലൂയ പൗലോസും ശീലാസും ഹല്ലേലൂയ എവിടെയൊക്കെ കർത്താവിൻ്റെ വചനം പറയണമോ അവിടെയെല്ലാം പോയി കർത്താവിൻ്റെ വചനം പറയുവാൻ വളരെ ആഗ്രഹത്തോടെ നടക്കുമ്പോൾ 16 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് എവിടെ നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നു അവിടെ പോയി നാം വചനം പറയണം. ഇവിടെ എന്താണ്? ആസിയിൽ വചനം പറയുവാൻ അവരെ വിലക്കി. എന്നിട്ട് എവിടേക്കാണ് വിടുന്നത്? അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കതോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മെക്കതോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. പ്രിയ മക്കളെ, കർത്താവിൻ്റെ വചനങ്ങൾ പറയുവാൻ എവിടെയൊക്കെ വിലക്കുകളുണ്ടോ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുവാന്, അതായത് ഒരുക്കത്തോട് കാത്തിരിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് നമ്മെ അയക്കുന്ന നല്ലൊരു പിതാവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ നേർവഴിയിലൂടെയാണ് നടത്തുന്നത്. ഹല്ലേലൂയ. നോക്കൂ, മെക്കതോനിയയിൽ പോയി നീ ദൈവത്തിന്റെ വചനം പറയണം, അവിടെയുള്ള ജീവിതങ്ങളെ നേടിയെടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വചനം പൗലോസ് പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് 11 വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ ഹല്ലേലൂയ സമൊത്രോക്കയിലേക്കും പിറ്റേന്ന് നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കതോനിയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം പറയുവാൻ വേണ്ടി ചില ദിവസങ്ങൾ അവിടെ പാർത്താണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എവിടെയും നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പഴികളും ദുഷികളും ഒക്കെ കേൾക്കേണ്ടി വരും. എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മളെ എവിടെ അയക്കുന്നു അവിടെ പോയി നമ്മൾ വചനം പറയണം. ഇവിടെ എന്താ? പുഴവക്കത്തിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പലയിടങ്ങളിലും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന ജീവിതങ്ങൾ ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കി കാത്തിരിക്കുകയാണ്. ദൈവവചനം എവിടെയുണ്ടോ അവിടെ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ സ്ത്രീ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നതായിട്ട് നമുക്ക് വചനം വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഓരോ മക്കളുടെയും കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും ഹല്ലേലൂയ വേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുന്ന ജീവിതമേ, ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ ദൈവവചനം കേട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. നിങ്ങളുടെ പാപങ്ങൾ ഏത് ഹല്ലേലൂയ തന്നെയായാലും അതിനെയൊക്കെ മാറ്റിത്തരുവാൻ, നിങ്ങളുടെ പാപങ്ങളെ ഹല്ലേലൂയ പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നിട്ട് എന്താണ്? ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ടെങ്കിൽ പറയുമ്പോൾ പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു കേട്ട് അനേകർ കർത്താവിൻ്റെ സന്നിധി കടന്നു വരുമ്പോഴും അവിടെയും ഹല്ലേലൂയ പ്രതികൂല അവസ്ഥകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 16 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു
വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. നോക്കൂ, ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. ഇന്നും ഭൂതം ബാധിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്താണ്? ഹല്ലേലൂയ പൗലോസ് ഒന്ന് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് ഹല്ലേലൂയ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ഹല്ലേലൂയ. പിന്നീടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ പൗലോസിനെയും ശീലാസിനെയും ആമത്തിലിട്ട് പൂട്ടിയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ കർത്താവിനെ നമ്മൾ ഘോഷിക്കുമ്പോൾ, പലവിധമായ ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുമ്പോഴും കർത്താവ് നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ഇവിടെ പൗലോസിനെ ശീലാസിനെ പല വിധത്തിൽ കുറ്റം ചുമത്തി അവരെ ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതു നേരത്തും കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയും. പ്രിയ മക്കളെ, നോക്കൂ, കാരാഗൃഹത്തിന്റെ അവസ്ഥ നോക്കൂ. അവരെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവർക്ക് ഹല്ലേലൂയ കൈകൾ അനക്കുവാനോ കാലുകൾ അനക്കുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലായിരുന്നപ്പോഴും ഇവിടെ വായിക്കാൻ കഴിയുന്നു, പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രിയ മക്കളെ, നമുക്ക് ഹല്ലേലൂയ വായും നാവും ഒക്കെ തന്നിട്ടുണ്ടല്ലോ, നമ്മൾ പാടി ആരാധിക്കണം. ഹല്ലേലൂയ. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവര് പാടി സ്തുതിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. ഇന്ന് എല്ലാം കഴിയും, എല്ലാത്തിനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ഹല്ലേലൂയ ബലമുണ്ട്, ശക്തിയുണ്ട്. എങ്കിലും ഒന്ന് വായിലെ ആ നാക്കൊന്ന് അനക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ ജീവിതമേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വരവ് ഹല്ലേലൂയ കാത്തിരിക്കുമ്പോൾ നമുക്ക് പാടി പ്രാർത്ഥിക്കുവാന് ഹല്ലേലൂയ സമയങ്ങൾ ഹല്ലേലൂയ ഒരുക്കി തരുമ്പോൾ നമ്മൾ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഏത് നിമിഷവും എന്തും വന്നു ഭവിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പല വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഇന്ന് പാത്തും പതുങ്ങി ഇരുന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന സന്ദർഭങ്ങൾ കടന്നു വന്ന പലയിടത്തും നടക്കുമ്പോൾ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളെ ഹല്ലേലൂയ അത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇവിടെ അവരെന്താണ് പാടി സ്തുതിക്കുവാണ്. കാരാഗൃഹമാണെന്നൊന്നും അവര് വിചാരിച്ചില്ല. അവര് ദൈവത്തെ പാടി സ്തുതിച്ചു. എവിടെയും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തടവുകാർ അവിടെയുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കുക, ഇവരുടെ പാട്ടും പ്രാർത്ഥനയും. പ്രിയ മക്കളെ, നാം ഹല്ലേലൂയ പാർക്കുന്ന ഇടത്ത് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. അവിടെയുള്ളവർ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവർ നമ്മുടെ അപ്പനെ അറിയണം. യേശു ആരാണ്, നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ ഒന്ന് മനസ്സിലാക്കണം. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുന്നവരായി സ്തുതിക്കുന്നവരായി ഭാരവും പ്രയാസവും നേരിടുമ്പോഴും ഏത് കഷ്ടതകളുടെ അവസ്ഥയിലും യേശുവിനെ സ്തുതിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ മറക്കുന്നവരായിട്ടല്ല. ഇവിടെ നോക്കൂ, അവരെ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും അവര് പാടി സ്തുതിച്ചു, അവര് മറന്നുപോയില്ല അപ്പന്റെ ഹല്ലേലൂയ അപ്പനെ വിളിക്കുവാൻ. പ്രിയ മക്കളെ, ഇന്നെന്താണ് ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മൾ മാറി നിൽക്കും. എനിക്ക് സുഖമില്ല, ഇന്ന് ഞാൻ പ്രേയറിന് വരുന്നില്ല, എനിക്ക് കൂട്ടായ്മയ്ക്ക് കൂടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചായി തീരാം. നമുക്ക് ഇതിലും കൂടുതൽ ഹല്ലേലൂയ സമയങ്ങൾ ഇനി കിട്ടുമോ എന്ന് അറിയത്തില്ല. പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഹല്ലേലൂയ, എങ്കിലും ധൈര്യപ്പെടുവീൻ. ജയാളിയായ കർത്താവിന്റെ കരങ്ങളിൽ
നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് അപ്പച്ചനെ വിളിച്ചപേക്ഷിക്കുന്നവരായി കർത്താവ് എന്ത് പ്രയാസം വന്നാലും യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ ദൈവമേ, അവർ കർത്താവിനെ വിളിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോ മക്കൾക്കും കൃപ ചെയ്യണം അപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.